സുഹൃത്തുക്കളെ നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ അപ്രതീക്ഷിതമായി നിർത്തലാക്കിയതിൽ 2 രൂപ കൂലികളെല്ലാം വളരെയേറെ അസ്വസ്ഥരാണ്. അതുപോലെ തന്നെ വിദേശ മീഡിയകളെല്ലാം ഇതിന്റെ പിന്നിലെ സത്യം ലോകത്തിലെ ജനങ്ങളെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നുള്ള സത്യം. പക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇതിന്റെ പേരിൽ മോദിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമാണ് എന്ന് പറയാതെ വയ്യ. അതും മോദിയുടെ വലങ്കൈയായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന്റെ പേരിൽ മോദിയെ ശക്തമായി വിമർശിക്കുക എന്ന് പറഞ്ഞാൽ BJPക്കുള്ളിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേക്ക് ന്യൂസുകളാൽ കെട്ടിപ്പൊക്കിയ മോദിയുടെ ഇല്ലാത്ത വിശ്വഗുരു സ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉള്ള ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും വ്യക്തമായിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മൂന്നാം കക്ഷി ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്. ഇന്ത്യ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടങ്ങളിലും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അതിൽ ആർക്കും കൈകടത്താൻ അവകാശമില്ല, അതിന് ആരെയും അനുവദിക്കുകയില്ല എന്നുള്ളതായിരുന്നു എന്നും ഇന്ത്യയുടെ നിലപാട്. എന്നാൽ അതിന് വിപരീതമായാണ് ഇപ്രാവശ്യം സംഭവിച്ചത്. അമേരിക്ക മാത്രമല്ല, അമേരിക്കയും സൗദി അറേബ്യയും മറ്റു പല രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി 56 മോദിയുടെ ഭരണത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വലിയ നാണക്കേടാണ്. അത് മാത്രവുമല്ല, പല പ്രാവശ്യമായി BJPയുടെ മുതിർന്ന നേതാക്കൾ മുതൽ 2 രൂപ കൂലികൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് 2024 മോദി അധികാരത്തിൽ വന്ന് 6 മാസങ്ങൾക്കുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റും എന്നുവരെ ഒരു ലജ്ജയുമില്ലാതെ പരസ്യമായി വിളിച്ചു കൂവിയിരുന്നു. അങ്ങനെ പറഞ്ഞവർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അജയ് ഭിഷ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാന് എതിരായുള്ള ഓപ്പറേഷൻ സിന്ദൂർ 3 ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി നിർത്തലാക്കിയത്. ഇതിന്റെ പേരിൽ മോദിയെ പ്രതിക്കൂട്ടിലാക്കി ശക്തമായി സംസാരിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമിത്ഷായിൽ നിന്നും ഇത്ര വലിയ പ്രതികരണം മോദി എന്നല്ല BJPയിലുള്ള ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. सबसे बड़ी गलती जब हमारी सेना जीत रही थी पंजाब का एरिया आते ही सीज फायर कर दिया गया और पाक ऑक्यूपाई कश्मीर का जन्म हुआ. अगर सीज फायर 3 दिन लेट होता तो पाक ऑक्यूपाई कश्मीर आज भारत का हिस्सा. एक पूरा कश्मीर जीते बगैर सीज फायर कर लिया. മോദി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ഇവിടെ പറയുകയാണ്. ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ സൈന്യം വിജയിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ വീണ്ടും പറയുകയാണ്, വിജയിച്ചുകൊണ്ടിരുന്നപ്പോൾ പഞ്ചാബിന്റെ ഏരിയയിൽ എത്തിയപ്പോൾ വെടിനിർത്തൽ അങ്ങ് നടപ്പിലാക്കി. അങ്ങനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടായി. ഇപ്പോൾ നടത്തിയ ഈ വെടിനിർത്തൽ 3 ദിവസം കഴിഞ്ഞ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയേനെ. ഇദ്ദേഹം മാത്രമല്ല, BJPയിലെ MP-മാർ എല്ലാം അമിത്ഷാ ഈ പറയുന്നത് പിന്തുണച്ചുകൊണ്ട് കൈയടിക്കുകയും മോദിയെ ഷെയിം എന്ന് വിളിക്കുകയും ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, യുദ്ധം പൂർണ്ണമായി വിജയിക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ നടപ്പിലാക്കി. ഒരിക്കലും നമ്മൾ ആരും BJPയിലെ ഒരാളിൽ നിന്നും മോദിക്കെതിരെ ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയില്ല. അതും മോദിയുടെ ഏറ്റവും അടുത്തയാളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായിൽ നിന്ന് മോദിക്കെതിരെ ഇത്ര ശക്തമായ ഒരു നീക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി കഴിയുമോ? അത് മാത്രവുമല്ല, അവിടെ ചുറ്റുമിരിക്കുന്ന മറ്റ് BJP MP-മാർ എല്ലാവരും ഇതിനെ ശരിവെച്ച് ഡെസ്കിൽ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും മോദിയെ ഷെയിം വിളിക്കുകയും ചെയ്യുക എന്നുകൂടി പറഞ്ഞാൽ BJPയിൽ ഇതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മോദി ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിക്കാതെ വെറും 3 ദിവസം കൂടി പോരാടിയാൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയേനെ എന്നും വിജയിച്ചുകൊണ്ടിരുന്ന യുദ്ധമാണ് തിടുക്കത്തിൽ നിർത്തലാക്കിയത് എന്നും എനിക്ക് ഒരു തരത്തിലും ഇത് വിശ്വസിക്കാനാവുന്നില്ല. അതിനാൽ ഞാൻ അല്പം കൂടി റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ടത് അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. BJPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലായ BJP ഫോർ ഇന്ത്യയുടെ ഈ പോസ്റ്റ് കൂടി കണ്ടപ്പോൾ അതിലും വലിയ ഞെട്ടലാണ് ഉണ്ടായത്. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ശത്രുക്കളോടുള്ള ഞങ്ങളുടെ സന്ദേശം ഉച്ചത്തിലുള്ളതും വ്യക്തവുമാണ്. ഞങ്ങളോട് കളിക്കാൻ വരരുത്. UPA ഗവൺമെന്റ് അനങ്ങാതിരിക്കുന്നത് പോലെ പുതിയ ഇന്ത്യക്ക്
വ്യർത്ഥമായ സമാധാന ചർച്ചകൾ നടത്താൻ ക്ഷമയില്ല. അവിടെ മോദിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇനി യാതൊരു സംസാരവും ഇല്ല എന്നാണ്. പാകിസ്ഥാനുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്താൻ BJP ഒരിക്കലും സമ്മതിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടി മൊത്തം മോദിക്ക് എതിരായി എന്ന് വേണമല്ലോ വിചാരിക്കാൻ. ഈ സാഹചര്യത്തിൽ മോദിക്ക് രാജിവെച്ച് പോകാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നാലും അവിടെയും നിർത്താൻ ഞാൻ തയ്യാറായില്ല. ഇത് സത്യം തന്നെയോ എന്ന് വ്യക്തമായി മനസ്സിലാക്കി ജനങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയായതിനാൽ എങ്ങനെയും അമിത്ഷായുടെ ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ടുപിടിക്കണം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേട്ടുകൊള്ളൂ. नेहरू के समय में जो ब्लंडर हुआ था, इसके कारण कश्मीर को भुगतना पड़ा। मैं मान्यवर इस सदन में खड़ा रहकर आपके आसन के सामने जिम्मेदारी के साथ कहता हूं कि दो बड़ी गलतियां जो पंडित जवाहरलाल नेहरू के प्रधानमंत्री काल में हुई, उनके लिए गए निर्णयों से हुई। इसके कारण सालों तक कश्मीर ने सहन करना पड़ा। एक सबसे बड़ी गलती, जब हमारी सेना जीत रही थी, पंजाब का एरिया आते ही सीज फायर कर दिया गया और पाक ऑक्यूपाई कश्मीर का जन्म हुआ। अगर सीज फायर 3 दिन लेट होता तो पाक ऑक्यूपाई कश्मीर आज भारत का हिस्सा। നെഹ്റുവിന്റെ സമയത്തുണ്ടായ വിഡ്ഢിത്തത്തിന്റെ കാരണത്താൽ കാശ്മീരിന് വലിയ നഷ്ടം ഉണ്ടായി. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ സഭയിൽ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2 വലിയ തെറ്റുകൾ സംഭവിച്ചു. നെഹ്റുവിന്റെ കഴിവില്ലായ്മ മൂലമാണ് ഇത് സംഭവിച്ചത്. അതിന്റെ കാരണത്താൽ വർഷങ്ങളായി കാശ്മീരിന് വളരെയേറെ സഹിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ തെറ്റ്, നമ്മുടെ സൈന്യം വിജയിച്ചുകൊണ്ടിരുന്നപ്പോൾ പഞ്ചാബിന്റെ ഏരിയ എത്തിയപ്പോൾ സീസ് ഫയർ നടപ്പിലാക്കി. അങ്ങനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ജന്മം കൊണ്ടു. സീസ് ഫയർ നടപ്പിലാക്കുന്നത് 3 ദിവസം കഴിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായേനെ. കാശ്മീർ മുഴുവനും പിടിച്ചെടുക്കുന്നതിന് മുൻപ് സീസ് ഫയർ നടപ്പിലാക്കി. ഇനി നെഹ്റു ചെയ്ത രണ്ടാമത്തെ വിഡ്ഢിത്തം എന്താണെന്ന് പറയുകയാണ്. पूरा कश्मीर जीते बगैर सीज फायर कर लिया और दूसरा UN के अंदर हमारे मसले को ले जाने की बहुत बड़ी गलती की। രണ്ടാമത്തെ തെറ്റ്, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം UN-ന്റെ മുൻപിൽ കൊണ്ടുവരിക എന്നുള്ള വലിയ തെറ്റും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഷാജി ഇപ്പോൾ പറഞ്ഞതല്ല എന്ന്. ഡേറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 2013 ജൂൺ 12-ാം തീയതിയാണ് ഷാജിയുടെ പാർലമെന്റിലെ ഈ പ്രകടനം. അതായത് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് പറയുന്ന തെറ്റ് 60-ലധികം വർഷങ്ങൾക്ക് മുൻപ് നെഹ്റുവിന്റെ ഭരണത്തിന് കീഴിൽ നടന്നതാണ് എന്നാണ് പറയുന്നത്. നെഹ്റു മരിച്ചിട്ട് ഇപ്പോൾ 61 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും നെഹ്റുവിന്റെ കാര്യമാണ് ഷാജിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോഴത്തെ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ഷാജിയും നോൺ ബയോളജിക്കൽ മോദിയും കൂടി POK പിടിച്ചെടുക്കാത്തത്? എന്തുകൊണ്ടാണ് വിജയിച്ചുകൊണ്ടിരുന്ന ഈ യുദ്ധത്തിൽ പൊടുന്നനെ വെടിനിർത്തൽ നടപ്പിലാക്കിയത്? അതുപോലെ ഷാജി പറഞ്ഞതുപോലെ നെഹ്റുവിന്റെ കാലത്തുണ്ടായ യുദ്ധത്തിൽ അല്ല POK ഉണ്ടാകുന്നത്. POK ഉണ്ടാകുന്നത് 1947-ലാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. അതുപോലെ നെഹ്റുവിന്റെ രണ്ടാമത്തെ തെറ്റായി പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ യുണൈറ്റഡ് നേഷൻസിനെ ഇടപെടുത്താൻ നെഹ്റു സമ്മതിച്ചു എന്നാണ്. അപ്പോൾ അമേരിക്കയും സൗദിയും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് വെടിനിർത്തൽ നടപ്പിലാക്കിയതിനെ കുറിച്ച് ഷാജിക്ക് എന്താണ് പറയാനുള്ളത്? ഇതുപോലെയുള്ള പമ്പര വിഡ്ഢിത്തങ്ങളും നുണപ്രചാരണങ്ങളും വഴിയാണ് ഇവർ ഭരണത്തിൽ നിലനിൽക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുത്താൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അതുപോലെ ഇപ്രാവശ്യം ഈ യുദ്ധം വിജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് നിർത്തലാക്കിയത് ആരുടെ കഴിവില്ലായ്മയാണ്? ഏതായാലും ഇവരുടെ വാക്കുകൾ തന്നെ ബൂമറാങ് പോലെ ഇവരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഈ ബ്ലണ്ടർ ആരാണ് ചെയ്തത്? എന്തൊക്കെയായാലും പക്ഷേ ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരണവുമായി ഇറങ്ങും എന്നുള്ളതാണ് വസ്തുത. ഇതിനാണ് മോദി പറയുന്നത് ഹിപ്പോക്രസിക്കും ഒരു പരിധിയൊക്കെ ഉണ്ട് എന്ന്.